ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു ഹോസന്ന ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന ഒരു അനുഭവമാണല്ലോ ഹോസന്ന. തൻ്റെ പരസ്യ ശുശ്രൂഷ അനന്തരം ഈ ലോകത്തിലെ ദൗത്യ പൂർത്തീകരണത്തിലേക്ക് കടന്നു വരുമ്പോൾ കഷ്ടാനുഭവ വാരത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ടാണല്ലോ ഹോസന്ന ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സഭ ആചരിക്കപ്പെടുന്നത്. ഹോസന്നയിൽ യേശുവിനോടൊപ്പം സഞ്ചരിച്ച ഒരു വലിയ സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. യേശു തൻ്റെ ശിഷ്യന്മാരോട് തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് പോയി ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് വരുവാൻ കൽപ്പിക്കുകയും ശിഷ്യന്മാർ അപ്രകാരം അത് നിർവഹിക്കുകയും ചെയ്തതിന് ശേഷം ആ കഴുതക്കുട്ടിയുടെ മുകളിലേക്ക് തങ്ങളുടെ വസ്ത്രങ്ങൾ ഇട്ട് കർത്താവ് അതിലേക്ക് പ്രവേശിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയും. ഹോസന്നയിൽ ജനങ്ങളൊക്കെ ആർത്ത് വിളിക്കുന്ന അനുഭവം നമ്മൾ കാണുന്നു. യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനം യഹൂദ സമൂഹം തങ്ങൾക്ക് ഒരു രക്ഷകൻ ഈ ലോകത്തിലേക്ക് വരും, അത് തങ്ങൾക്ക് നഷ്ടപ്പെട്ട സാമ്രാജ്യമൊക്കെ തിരിച്ച് തങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു ഐഹികമായ ഒരു രാജാവും സൈന്യവും പരിവാരങ്ങളും ഒക്കെയാണ് യഹൂദ സമൂഹം സ്വപ്നം കണ്ടിരുന്നതെങ്കിലും അതിൽ നിന്ന് വിഭിന്നമായിട്ടായിരുന്നു യേശുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്രകാരം യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ അനുഭവത്തിലൂടെ യേശുവിൻ്റെ പിന്നാലെ വന്ന ഒരു വലിയ ജനസമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. യേശുവിൻ്റെ ശിഷ്യന്മാരിലും ആ വൈവിധ്യം നമുക്ക് കാണാൻ കഴിയും. മീൻപിടുത്തക്കാരായിരുന്നവർ, ശുങ്കം പിരിക്കുന്നവരായിരുന്നവർ, അവരെയൊക്കെയാണ് യേശുവിൻ്റെ പിന്നാലെ തൻ്റെ അനുചര വൃന്ദത്തിനോടൊപ്പമായിരുന്നത് എന്ന് കാണുവാൻ കഴിയും. അതോടൊപ്പം ആരും ആശ്രയമില്ലാതെ ചിഹ്നവരും ചിതറിയവരുമായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ സാന്ത്വനത്തിലേക്ക്, ആശ്വാസത്തിലേക്ക് കടന്നു വന്ന വലിയ ഒരു സമൂഹം യേശുവിനെ പിന്തുടരുന്നതായിട്ട് നമുക്ക് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ യേശുവിനോടൊപ്പം ചേർന്ന് നിന്ന ജനസമൂഹമാണ് ഈ ഹോസന്നയിൽ യേശുവിനെ എതിരേൽക്കുവാൻ നിൽക്കുന്നത് എന്ന് നമുക്ക് കാണുന്നത്. ഈ സമൂഹം യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്ര അനുഗമിക്കുകയാണ്. യേശു ഒരു രാജാവെന്ന പോലെ അവിടെ വാഴ്ത്തപ്പെടുമ്പോൾ ഐഹികമായി യേശുവിൻ്റെ ഈ പ്രവേശനമെന്ന് പറയുന്നത് അധികാരങ്ങളും ആരവാരങ്ങളും സൈന്യബലമോ ഒന്നുമില്ലാതെ ഒരു ജനക്കൂട്ടം അവരുടെ വലിയ സ്വപ്നങ്ങളുടെ പ്രതീക്ഷയായി യേശുവിനെ കാണുന്നു എന്നുള്ളതാണ്. സാധാരണ ഒരു വിജയശ്രീലാളിതനായി ഒരു പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പ്രതീകമെന്ന് പറയുന്നത് ഒരു കുതിരയുടെ മേളിൽ സഞ്ചരിക്കുന്ന ഒരാളെയാണ് രാജാവായി അന്ന് വരെയുള്ള സമൂഹം കണ്ടിരുന്നതെങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായി ഒരു കഴുതക്കുട്ടിയുടെ മുകളിൽ തൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനം നടത്തുന്ന യേശുവിനെയാണ് നമ്മളവിടെ കാണുന്നത്. അതാണ് യേശുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ദൗത്യത്തിൻ്റെ ചിഹ്നമായി കഴുതയെ നമുക്ക് തീർച്ചയായിട്ടും അവിടെ കാണുവാം. കാരണം യേശു പ്രവേശിക്കപ്പെടുമ്പോൾ നമ്മുടെയൊക്കെ ചിന്തയിലുണ്ടായിരുന്ന, നമ്മുടെയൊക്കെ മുൻവിധിയോടുകൂടി നമ്മൾ കാണുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കഴുതയിലൂടെ പുറത്ത് കയറി യേശു യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശു എന്ന ദൈവത്തിൻ്റെ പുത്രൻ്റെ മഹത്വം യേശു പ്രവേശിക്കുന്ന ഓരോ മനുഷ്യരെയും രൂപാന്തരപ്പെടുത്തുകയും അവരെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന അനുഭവം നമുക്ക് അതിലൂടെ കാണുവാൻ കഴിയും. ഈ ഹോസന്നയിൽ നമ്മൾ ഓർക്കുമ്പോൾ ഒരു കഴുതയെ നമ്മൾ സൂചിപ്പിക്കാതെ നമ്മുടെ ഈ ഹോസന്നയെ നമുക്ക് ഓർക്കുവാൻ കഴിയുകയില്ല. കാരണം യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനം ഒരു കഴുതക്കുട്ടിയുടെ മുകളിലായതുകൊണ്ട് തന്നെ ഈ ഹോസന്നയിൽ പ്രസംഗിക്കുന്ന എല്ലായിടങ്ങളിലും ഈ കഴുതക്കുട്ടിയെ നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ അന്ന് വരെയുള്ള സമൂഹത്തിൽ കഴുതക്കുട്ടി എന്ന് പറയുന്നത് ഒരു ബുദ്ധിഹീനയായ അല്ലെങ്കിൽ മറ്റുള്ളവർ വെറുപ്പോട് കണ്ടിരുന്ന ഒരു മൃഗം എന്നതിൽ നിന്ന്
യേശു യെരുശലേമിലേക്കുള്ള പ്രവേശനത്തിന് മാർഗമായി ഒരു കഴുതക്കുട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഒരു വലിയ പ്രതീക്ഷയാണ് നിരാലംബരും ആശ്രയമില്ലാത്ത ആളുകളെ സംബന്ധിച്ചോളം നൽകപ്പെടുന്ന വലിയ സന്ദേശം എന്ന് പറയുന്നത്. ഹോശന്ന അതുതന്നെയാണ് അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. കാരണം ക്രിസ്തു ഈ ലോകത്തിലേക്ക് സകല മഹിമകളും വെടിഞ്ഞ് ഈ ലോകത്തിൻ്റെ രക്ഷകനായി ഇറങ്ങി വന്നപ്പോൾ അവിടെ ലോകത്തിൽ മഹത്വന്മാരായിരുന്നവരും പ്രമാണികളായിരുന്നവരും സമ്പന്നരായിരുന്നവരും ഒന്നുമല്ല കർത്താവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള രക്ഷയുടെ മുഖാന്തരമായിരിക്കുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവിടെ ഈ കഴുതക്കുട്ടിയിൽ പ്രവേശിച്ച് കർത്താവ് മുന്നോട്ട് പോകുമ്പോൾ ജനം ആർത്ത് വിളിക്കുന്ന അനുഭവം നമ്മളവിടെ കാണുന്നു. അത് അന്ന് വരെയുള്ള ലോക ചിന്താഗതികൾക്ക് നിന്ന് വിഭിന്നമായ ഒരു അനുഭവമാണ്. ജയശ്രീ ലാളിതനായി ഒരുവൻ കഴുതപ്പുറത്ത് യെരുശലേം ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ആ കഴുതയെ അഴിച്ചു കൊണ്ടുവരുവാൻ പറയുമ്പോഴും ആ കഴുതയിൽ യേശു പ്രവേശിക്കുമ്പോഴും അവിടെ കർത്താവിനെ ആരും തടയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. കാരണം കഴുതക്കുട്ടിയുടെ മേൽ പ്രവേശിച്ച് മുന്നോട്ട് വരുന്നവൻ ആരാണ് എന്നുള്ളതാണ് അതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ലോകത്തിൻ്റെ സകലത്തിൻ്റെയും രക്ഷകനും ദൈവത്തിൻ്റെ പുത്രനുമായ ക്രിസ്തു മുന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ തടയുവാൻ ഒന്നിനും കഴിയുകയില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുമല്ല, ഒരു ജനസമൂഹത്തിൻ്റെ വലിയ പ്രതീക്ഷയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതിന് വിഭിന്നമായിരിക്കും ചിലപ്പോൾ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളെന്ന് പറയുന്നത്. യേശുവിൻ്റെ ഈ യെരുശലേമിലേക്കുള്ള പ്രവേശനം ജനം ഒരു വലിയ ആഘോഷത്തിൻ്റെ അനുഭവമാക്കി മാറ്റുമ്പോൾ അന്ന് വരെ യെരുശലേമിലും റോമ ഗവൺമെൻറ്റും ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന സാധാരണ അനുഭവങ്ങളെയൊക്കെ മാറ്റിക്കുറിക്കുകയാണ്. സമകാലികമായി നമുക്കറിയാം, നേപ്പാളിലും നമ്മുടെ ശ്രീലങ്കയിലുമൊക്കെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അല്ലെങ്കിൽ അധികാരത്തിലിരുന്നവർ അവിടെ പരാജയപ്പെടുമ്പോൾ ആ പരാജയത്തിൽ ജനം വളരെ ലഹളയിലൂടെയും അക്രമത്തിലൂടെയും അതിനെയൊക്കെ അട്ടിമറിച്ച് ആ ഭരണത്തിൽ നിന്നവർ ഓടി ഒളിക്കുമ്പോൾ പുതിയ സംവിധാനങ്ങൾ അവിടെ രൂപപ്പെടുന്നത് കാണുന്നു. കാരണം എല്ലാ കാലങ്ങളിലും ജനം അവർ നിവൃത്തിയില്ലാതെയാകുമ്പോൾ അവർ പ്രതീക്ഷ വയ്ക്കുന്നവരുടെ പിന്നാലെ ഓടിക്കൂടുന്ന അനുഭവം നമുക്ക് സമകാലികമായ ചരിത്രത്തിൽ പോലും കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇസ്രായേലിയ സമൂഹം അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന സാധാരണ ജനങ്ങൾ എന്ന് പറയുന്നത് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ വളരെ പീഡിപ്പിക്കപ്പെട്ടവരും പ്രതിസന്ധിയിൽ നിന്നവരും ആരും അവർക്ക് ആശ്രയമില്ലാതിരുന്ന ജനമാണ്. അങ്ങനെ ഒരു ജനത്തിൻ്റെ മധ്യത്തിലൂടെയാണ് കർത്താവ് യെരുശലേമിലേക്ക് ഒരു വലിയ യാത്ര അവിടെ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ തങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയും വേദനയും ദുഃഖവും ഭാരവും പ്രതിസന്ധികളും ഒക്കെയുള്ള ജനത്തിന് ഒരു പുതിയ പ്രതീക്ഷ നൽകുമ്പോൾ ആ പ്രതീക്ഷയിൽ അവർ വളരെ സന്തോഷവാന്മാരായി മാറുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരുടെ സന്തോഷം അത് വിവിധ നിലകളിലാണ് അവർ പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിലേക്ക് വിരിക്കുന്നു. അവർ മരക്കൊമ്പുകളെ വെട്ടി അവനെ എതിരേൽക്കുവാൻ പരവതാനി വിരിക്കുവാൻ അവർ കഴിയില്ല, അല്ലെങ്കിൽ പൂമെത്തകൾ വിരിക്കുവാൻ അവർ കഴിയില്ല. കാരണം അവരുടെ സാമൂഹ്യമായ സാഹചര്യങ്ങളും അവരുടെ ജീവിത രീതികളും ഒക്കെ എന്ന് പറയുന്നത് അപ്രകാരമുള്ള ഒന്നല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ സന്തോഷത്തിൽ അവർക്ക് ലഭ്യമായ ഒന്നിലൂടെ അവർ തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കുവാനും തങ്ങളുടെ രക്ഷകനായ കർത്താവിനെ പ്രതീക്ഷ നൽകുന്ന കർത്താവിൻ്റെ യാത്രയെ എതിരേൽക്കുവാൻ അവർ ആഹ്ലാദത്തോടുകൂടി ഹോശന്ന എന്ന് ആർത്ത് വിളിക്കുകയും അതോടൊപ്പം അവിടെ വസ്ത്രങ്ങൾ വഴിയിൽ വിതറുന്നു, അതോടെ മരച്ചില്ലകൾ വിതറുന്നു. അത് ഒരു പുതിയ പ്രതീക്ഷ നൽകുന്ന ഒരു ജനത്തിൻ്റെ അനുഭവമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത് തങ്ങൾക്ക് വേണ്ടി ഒരുവൻ വന്നു എന്നുള്ളതാണ്. കർത്താവ് അവിടെ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഐഹികമായ ഒരു രാജാവിനെയോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോ അല്ല. അവിടെ കൂടി വന്ന യേശുവിനെ പിൻപറ്റിയ ജനത്തിൻ്റെ ഹൃദയത്തിലും ഒരുപക്ഷെ ഒരു രാജാവ് എന്നതിനേക്കാൾ ഉപരി ഒരു സാമ്രാജ്യം എന്നതിനേക്കാൾ ഉപരി തങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ രോഗങ്ങളായിരുന്നവർ, പ്രതിസന്ധികളായിരുന്നവർ, ഭക്ഷണമില്ലാതെ വിശന്നിരുന്നവർ, അവർക്കൊക്കെ യേശു ഒരു സമീപസ്ഥനായി ആശ്വാസപ്രദനായി മാറി എന്നുള്ളത് കൊണ്ടാണ് അവർക്കൊരു പ്രതീക്ഷ. ഒരു രാജാവിനേക്കാൾ വലുത് ഇന്ന്
നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണമില്ലാതിരിക്കുന്ന ജനത്തിന് അവൻ്റെ മുന്നിൽ ഭക്ഷണവുമായി ചെല്ലുന്നവൻ അവൻ്റെ രക്ഷകനായി ജനം കാണും. അല്ലെങ്കിൽ രോഗാവസ്ഥയിലിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവന് ആശ്വാസം ലഭിക്കുവാൻ ഒരു മാർഗമുണ്ടെങ്കിൽ അവിടെ ഒരു വൈദ്യനെന്നോ ഒരു ഡോക്ടറെന്നോ ഒരു വ്യത്യാസം അവൻ കാണുന്നില്ല. ആരാണോ തനിക്ക് ഈ രോഗത്തിൽ നിന്നോ ഈ പ്രയാസത്തിൽ നിന്നോ ആശ്വാസം പകരുന്നത് എന്നുള്ളതായിരിക്കും ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഈ ആധുനിക സാങ്കേതിക ശാസ്ത്രീയമായ മുന്നിൽ നിൽക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും ഇന്നും ജനം അവന് ഈ തൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ഒരു രോഗത്തിന് സൗഖ്യം ലഭിച്ചാലും അല്ലെങ്കിൽ ഒരു തൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് തനിക്ക് ലഭ്യമായാലും അതിൻ്റെ പിന്നാലെ ജനം സഞ്ചരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവിലൂടെ ആഗ്രഹിച്ചതും അതോടൊപ്പം ജനം പ്രതീക്ഷിച്ചതുമായ ഒരു വലിയ ദൗത്യമാണ് കർത്താവ് അവിടെ നിർവഹിക്കപ്പെടുന്നത്. അങ്ങനെ കർത്താവ് അവിടെ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഫിലിപ്പിയർ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവിലൂടെ നൽകുന്നൊരു സമാധാനത്തെക്കുറിച്ച് കാണുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്തെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദൈവം മനുഷ്യന് ഒരു ആശ്വാസം പകരപ്പെടുമ്പോൾ അവന് ശാസ്ത്രീയമായ അല്ലെങ്കിൽ അതിൻ്റെ വിശകലനം ആയിരിക്കില്ല അവൻ ഒരിക്കലും പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഇന്നത്തെ ലോകത്തിൽ നമുക്കറിയാം, നമ്മൾ വളരെയധികം ലോകത്തിൽ വികസിത രാജ്യങ്ങളും ഒക്കെ ശാസ്ത്രീയമായ നിലയിലുമൊക്കെ മനുഷ്യൻ്റെ ജീവിത പുരോഗതിക്കും അവൻ്റെ ആവശ്യങ്ങളിലുമൊക്കെ ഉള്ള വളർച്ചയും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ മധ്യത്തിൽ അസമാധാനത്തിൽ കഴിയുന്ന ജനത്തെ നമുക്ക് കാണാൻ കഴിയും. ലോകത്തിലുള്ള സമ്പത്തോ ശാസ്ത്രീയ മാർഗങ്ങളോ അവന് മുന്നിലുള്ള സാധ്യതകളോ ഒന്നും ഒരിക്കലും ഒരു മനുഷ്യന് സമ്പൂർണ്ണമായി സമാധാനം നൽകാത്ത ഒന്നാണ്. അതുകൊണ്ടാണ് ജനം ഈ യേശുവിൽ തങ്ങളുടെ സാധാരണ ജീവിതത്തിൽ യേശു തങ്ങൾക്ക് ഒരു ആശ്വാസം നൽകിയപ്പോൾ ഈ ഹോശന്നയിൽ ജനം യേശുവിൻ്റെ പിന്നാലെ വന്നുകൂടിയതെന്ന് കാണാൻ കഴിയും. ഇന്നും അപ്രകാരം ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തലവനോ ഒക്കെ ജനത്തിന് അങ്ങനെ പ്രതീക്ഷ നൽകുന്നുവെങ്കിൽ ജനം അവരുടെ പിന്നാലെ ഓടിക്കൂടും. കാരണം അവർക്ക് ലഭ്യമായ സാഹചര്യങ്ങൾ അതാണ് അവർക്കൊരു ആശ്വാസം പകരുന്നതെങ്കിൽ അതായിരിക്കും അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ യേശു ഈ ഓശന്നയിൽ യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു വലിയ സന്ദേശം അവിടെ നൽകുന്നു. ലോകത്തിൻ്റെ രക്ഷകനായ ക്രിസ്തു ഈ യെരുശലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളുകയാണ്. അപ്പോൾ യെരുശലേം ദേവാലയത്തിലേക്ക് പുറപ്പെടുമ്പോൾ യെരുശലേം ദേവാലയത്തിന് നമുക്കറിയാം യഹൂദന്മാരുടെ അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രതീക്ഷയുടെ കേന്ദ്രമാണ് യെരുശലേം ദേവാലയം. അപ്പം അങ്ങനെ യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ ആ ജനത്തിന് യെരുശലേം ദേവാലയം നൽകുന്ന പ്രതീക്ഷകൾ ഇസ്രായേലി സമൂഹത്തിന് യഹൂദ സമൂഹത്തിനൊക്കെ കാണുന്നപോലെ നമ്മൾ ഇതിന് ശേഷം നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോഴറിയാം അതിൽ അവർക്ക് പാപപരിഹാരം യാഗമായി അവർ ബലിയർപ്പിക്കുമ്പോൾ അവിടെ ആ ബലിയർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി അവർ വലിയ തുകകൾ ചെലവഴിക്കപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം അങ്ങനെ യെരുശലേം ദേവാലയം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയമായ യെരുശലേം ദേവാലയം പോലും അവർക്ക് പ്രാപ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് അത് നമ്മളെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് അവിടേക്ക് ചെന്ന് അതിനെ അവിടുത്തെ വാങ്ങൽക്കാരെയും വിൽക്കുന്നവരെയും ഒക്കെ അടിച്ചു പുറത്താക്കി എൻ്റെ ദേവാലയം സകല ജനത്തിനുള്ള പ്രാർത്ഥനാലയമെന്ന് യേശു അവിടെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് തന്നെയാണ് കർത്താവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവിൻ്റെ വലിയ ഉദ്ദേശമെന്ന് പറയുന്നത്. വേലിക്കെട്ടുകളെ ഇല്ലാതെയാക്കി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏതൊരു മനുഷ്യനും കടന്നു ചെല്ലുവാൻ തക്കവണ്ണം അവനെ തൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവിൻ്റെ ലക്ഷ്യം. അതാണ് കർത്താവ് മാളികകളിൽ ജനിക്കാതെ കർത്താവ് ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ അവിടെ കാലിത്തൊഴുത്തിൽ ജനിച്ച ഒരു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ഒരു കർത്താവ് അവൻ്റെ ജീവിതവും അവൻ്റെ പ്രവർത്തനവും അവൻ്റെ സാക്ഷ്യവും ചിന്നിയവരും ചിതറുമായിരുന്ന ജനത്തിന് വലിയ ഒരു പ്രതീക്ഷ നൽകിയതുകൊണ്ടാണ് ഈ യെരുശലേം ദേവാലയത്തിലുള്ള അവൻ്റെ പ്രവേശനത്തെ പിന്നാലെ സഞ്ചരിക്കുന്നത് നമ്മൾ കാണാൻ കഴിയുന്നു. അങ്ങനെ സഞ്ചരിക്കപ്പെടുമ്പോൾ ഇന്ന് ലോകം പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. അനേകർ ആശ്വാസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, തങ്ങളുടെ പ്രതിസന്ധികളിൽ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, പ്രതികൂലങ്ങളിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്നവരുണ്ട്. ആ രക്ഷകൻ തൻ്റെ യെരുശലേം ദേവാലയത്തിലുള്ള പ്രവേശനത്തിൽ അവർക്കൊക്കെ പ്രതീക്ഷ നൽകുന്നു. ഇന്നും കർത്താവ് ഈ ലോകത്തിലുള്ള സർവ്വ സൃഷ്ടിക്കും പ്രതീക്ഷ നൽകുന്നവരാണ്. എല്ലാവരും ഉപേക്ഷിക്കപ്പെടുമ്പോഴും എല്ലാവരും ഇല്ലാതെയാകുമ്പോഴും സമാധാനത്തിൻ്റെ ദൈവമായി അധികാരമോ പ്രൗഢിയോ
സൈന്യബലമോ ഒന്നുമില്ലാതിരുന്ന കർത്താവിൻ്റെ കഴുതയുടെ പിന്നാലെ പുറത്ത് സഞ്ചരിക്കുമ്പോൾ അവൻ്റെ പിന്നാലെ ജനം പ്രതികരിക്കുന്നുവെങ്കിൽ അവിടെ വലിയ ഒരു സന്ദേശമാണ്. ആരാണ് എനിക്ക് ഇത് നൽകപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാന വിഷയം. മാർഗം അവിടെ ഒരു വിഷയമല്ല. അത് കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ ബലമോ എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരി അതിലൂടെ സാധ്യമായിത്തീരുന്ന വലിയ ഒരു പ്രത്യാശയുടെ അനുഭവം അത് ആ ജനത്തിന് നൽകുവാൻ കർത്താവിന് ഈ ഹോശന്നയിൽ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇന്നും ലോകത്തിൻ്റെ പ്രതീക്ഷയായി ലോകം മുഴുവനും കുരുത്തോലകളേന്തി ഒരു കഷ്ടാനുഭവ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പോലും അവിടെ കുരുത്തോലകളേന്തി ഒരു ആഘോഷത്തിൻ്റെ പ്രതീകമാണ് ലോകത്തിന് നൽകുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ മരണവും കഷ്ടപ്പാടും മറ്റൊരിടത്തും ആഘോഷമായി മാറ്റപ്പെടുന്നില്ല. കർത്താവിൻ്റെ ഈ ലോകത്തിലുള്ള വരവും സന്തോഷകരമായിരുന്നുവെങ്കിൽ കർത്താവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ക്രൂശ് മരണവും അതിലൂടെ സർവ്വജനത്തിനുമുള്ള ഒരു വീണ്ടെടുപ്പും കർത്താവ് അവിടെ നൽകപ്പെടുമ്പോൾ യെരുശലേമിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നമുക്കവിടെ കാട്ടിത്തരികയാണ്. കർത്താവ് ഈ കുരുത്തോലകളിൽ ഇന്ന് ലോകം മുഴുവനും കുരുത്തോല ഏന്തുമ്പോഴും ഒരു കഷ്ടാനുഭവ വാരമാണെങ്കിൽ കൂടി അത് ഒരു ഉത്സവത്തിൻ്റെ അന്തരീക്ഷമാണ് തൻ്റെ അനുയായി വൃന്ദങ്ങളിൽ നൽകപ്പെടുന്നത്. നമ്മൾ ഏതൊരു മനുഷ്യൻ്റെയും മരണം ആഘോഷമാക്കി മാറ്റപ്പെടുന്നില്ല. ദൈവപുത്രനായ മനുഷ്യപുത്രനായ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും അടക്കപ്പെടലും ഉയർത്തെഴുന്നേൽപ്പും ലോകത്തിൽ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് അവിടെ നൽകുന്നത്. അതുകൊണ്ടാണ് ഈസ്റ്റർ അവിടെ ഒരു പുതിയ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ അനുഭവമായി ലോകം മുഴുവനും ആഘോഷിക്കപ്പെടുന്നത്. ഇപ്പോൾ കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി തീരുകയും അതിലൂടെ ലോകത്തിന് മുഴുവനും ഒരു വീണ്ടെടുപ്പ് പ്രദാനം ചെയ്യപ്പെടുമ്പോൾ അത് ആഘോഷമായി മാറുന്നത് അതുകൊണ്ടാണ്. മരണം ലോകത്തിൻ്റെ അവസാനമല്ല. യേശുക്രിസ്തുവിലൂടെ അതൊരു പുതിയ പ്രതീക്ഷ നൽകി പുനരുത്ഥാനത്തിൻ്റെ അനുഭവമായി ഈ ലോകത്തിൽ മരണമടയുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന ഒരു മനുഷ്യന് പ്രത്യാശയുടെ ഒരു അനുഭവമുണ്ട് എന്ന് അവിടെ കാട്ടിത്തരുന്നത് കൊണ്ടാണ് കർത്താവിൻ്റെ മരണം ലോകത്തിൽ ഒരു ആഘോഷമായി മാറുന്നത്. അതുകൊണ്ടാണ് കഷ്ടാനുഭവ വാരത്തിലും കുരുത്തോലകൾ ഏന്തി കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനം ആഘോഷമായി മാറ്റപ്പെടുന്നത് എന്ന് പറയുന്നത്. കുരുത്തോലകൾ നമുക്ക് ഓർമ്മകളിൽ നമുക്കെപ്പോഴും പ്രചോദനമായിരിക്കുന്ന ഒന്നാണ്. ഓരോ വർഷവും ഈ കുരുത്തോലകൾ ഏന്തുവാൻ ഉത്സാഹഭരിതരായി ജനം പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നത് എന്തെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് കാൽവരി ക്രൂശിൽ ബലിയായിത്തീരുന്നതിന് മുൻപേ ഈ ലോകത്തിൻ്റെ മധ്യത്തിലൂടെ ഒരു വലിയ യാത്രയുടെ അനുഭവം നമുക്ക് നൽകുന്നു. കാരണം അത് പ്രത്യാശയില്ലാത്തവരും അശരണരും ഇല്ലാതായി കഴിയുന്ന ഒരു ജനത്തിന് അവിടെ പ്രതീക്ഷ നൽകുന്നത് കൊണ്ടാണ് ഓശന്ന ആഘോഷത്തിൻ്റെ അനുഭവമായി നമ്മുടെ ഹൃദയങ്ങളിൽ അവിടെ നിറയപ്പെടുന്നത്. നമുക്കറിയാം, കുരുത്തോല എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കുരുത്തോലകളാണെങ്കിൽ അത് യേശു ജനിച്ച് വളർത്തപ്പെട്ട നാട്ടിൽ അത് ഈന്തപ്പനയോലകളും മറ്റ് വൃക്ഷച്ചില്ലകളും എന്ന് പറയുന്നത് ഒന്നിന് ജീവൻ ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ്. അത് പുതിയൊരു പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഒരു വൃക്ഷത്തിൻ്റെ ഒരു സസ്യത്തിൻ്റെയോ പുതിയ നാമ്പ് എന്ന് പറയുന്നത് ആ വൃക്ഷത്തിന് ജീവനുണ്ടെന്നും ആ വൃക്ഷം വീണ്ടും തളർത്ത് വളർന്ന് അതിൽ ഫലം നൽകുന്നതും അല്ലെങ്കിൽ അത് പുതിയ പ്രതീക്ഷ നൽകുന്ന ഒരനുഭവമാണ്. കുരുത്തോലകൾ ഏന്തുമ്പോൾ ആ കുരുത്തോലകൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ പുതിയ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ നൽകുന്നു. പുതിയ നാമ്പുകൾ ഉയർത്ത് വരുവാൻ പുതിയ ജീവിതം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പുതിയ ജീവിതത്തിൻ്റെ നല്ല നാളുകൾ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്ന ഒരനുഭവമാണ് ഓരോ വൃക്ഷത്തിൻ്റെ ആയാലും പുതുനാമ്പുകൾ എന്ന് പറയുന്നത്. പുതുനാമ്പുകളാണ് ഓരോ ലോകത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. സസ്യലതാദികളും ജീവൻ്റെ തുടുപ്പുമൊക്കെ പുതിയ അനുഭവങ്ങളിലേക്ക് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ ഹോശന്ന കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനത്തിലൂടെ ലോകത്തിന് പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. ഇന്നും കർത്താവിൻ്റെ ഹോശന്നയുടെ അനുഭവം നമുക്ക് ലോകത്തിന് പ്രതീക്ഷ നൽകുന്നതാണ്. അത് സന്തോഷം നൽകുന്നതാണ്. അത് സകല ഇല്ലായ്മകളിൽ നിന്നും പുതിയ പ്രതീക്ഷകളുടെ ലോകത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരുത്തുന്നതാണ് കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനം. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന് പുതിയ മാതൃകകളും
പുതിയ ലക്ഷ്യങ്ങൾ നൽകുന്ന ഒന്നായി മാറ്റപ്പെടുന്നത്. ഈ വർഷത്തെ ഹോശന്നയും നമുക്ക് അപ്രകാരം സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെ അനുഭവം പ്രദാനം ചെയ്യുന്ന ഒരനുഭവമായി മാറട്ടെ. ഹോശന്ന ആ ജനം ആർത്ത് വിളിച്ചതുപോലെ കർത്താവിൻ്റെ പുതിയ പ്രതീക്ഷകൾക്ക് വേണ്ടി മറ്റുള്ളവരെ അതിലേക്ക് ആനയിക്കുവാനും അശ്രദ്ധനായിരിക്കുന്ന ജാതി മതഭേദമന്യേ ഏതൊരു മനുഷ്യനും അവിടെ പ്രതീക്ഷയുടെ അനുഭവം നൽകുന്ന ഒന്നായി ഹോശന്ന മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം കർത്താവിൻ്റെ തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.